അപ്പൊ അതുകൊണ്ട് നമ്മൾ പൊരുത്തം വാങ്ങണം കേട്ടോ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? സഹോദരിയുടെ ദുആ സ്വീകരിക്കൂല, നിസ്കാരവും സ്വീകരിക്കൂല. ഭാര്യയും ഭർത്താക്കന്മാരും ഇപ്പൊ ചില കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ മാറി നിൽക്കുന്നവരുണ്ട്. ഭാര്യയുടെ വീട്ടില്, ഭർത്താവിന്റെ വീട്ടില് ഈ രണ്ടുപേര് നിസ്കരിക്കുന്നുണ്ട്. ഈ രണ്ടുപേരുടെ നിസ്കാരവും അവരുടെ തലയ്ക്ക് മീതെ മുകളിലോട്ട് ഉയരുകയില്ല, മുകളിലോട്ട് പോകൂല സംഭവം. അതേപോലെ ഒരു ഹദീസ് തുറക്കട്ടോ, ഭാര്യയ്ക്ക് ഭർത്താവിനുള്ള ഒരു ഹക്ക് ഒന്ന് മനസ്സിലാക്കണം. ആയിഷ റളിയല്ലാഹു അൻഹയോട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിക്കുകയാണ്, ഏതെങ്കിലും ഒരു ഭാര്യ തുസല്ലി ലിറബ്ബിഹാ, തന്റെ റബ്ബിന് വേണ്ടി അവൾ നമസ്കരിക്കുകയാണ്, വതദൂലു നഫ്സിഹാ, അതിനുശേഷം തനിക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്, സുമ്മ തദൂലി സൗജിഹാ, പിന്നീട് തന്റെ ഭർത്താവിന് വേണ്ടി അവൾ ദുആ ചെയ്യുകയാണ്, ലൻ തുഖബൽ സലാത്തുഹാ, അവളുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല, ഹത്താ തദൂലി സൗജിഹാ സുമ്മ തദൂലി നഫ്സിഹാ. നമസ്കാരം കഴിഞ്ഞ ഉടനെ ഭാര്യമാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി ആദ്യം ദുആ ചെയ്യണേ, പിന്നീട് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി ദുആ ചെയ്യണേ. ആദ്യം ദുആ ചെയ്യേണ്ടത് ഇക്കാക്ക് വേണ്ടിയിട്ടാണ്. ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാതെ ഏതെങ്കിലും ഒരു ഭാര്യ ആദ്യം തന്റെ ശരീരത്തിന് വേണ്ടി ദുആ ചെയ്തതിനു ശേഷം രണ്ടാമത് ഭർത്താവിന് വേണ്ടി ദുആ ചെയ്താൽ ലൻ തുഖബൽ സലാത്തുഹാ, അവളുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. അതാണ് മനസ്സിലാക്കേണ്ട. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കടമ ബന്ധങ്ങൾ ഒരുപാടുണ്ട്. ഭർത്താവും ഭാര്യ തമ്മിലുള്ള ബന്ധങ്ങൾ മാത്രം സംസാരിക്കണം, അതൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ ആദ്യം ദ്വാരക്കേണ്ട, അല്ലാഹ് എന്റെ ഇക്കാക്ക്, വാപ്പാക്കുമല്ല ഉമ്മാക്കുമല്ല, പടച്ചവനെ എന്റെ ഇക്കാക്ക് ആഫിയത്ത് കൊടുക്കണേ, ആരോഗ്യം കൊടുക്കണേ. അല്ലാഹുവേ എന്റെ തടിക്ക്, എന്റെ വാപ്പാക്ക്, എന്റെ ഉമ്മാക്ക് ആഫിയത്ത് കൊടുക്കണേ, ആരോഗ്യം കൊടുക്കണേ. എത്ര വലിയ ഹക്കാ നമ്മുടെ ഇക്ക, എത്ര വലിയ ഹക്കാണ്, വലിയ ബന്ധമാണത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, വൽ മർഅതു, ഒരു പെണ്ണ്, ബാത്തത്ത്, അവള് രാത്രി ഉറങ്ങാൻ കിടക്കുകയാണ്, വസൗജുഹാ അലൈഹാ സാഖിത്തുൻ, ഭർത്താവ് അവളോട് കോപത്തിലാണെങ്കിൽ, മോളെ നിന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കുകയില്ല. മൂന്നാമത് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, വഖവാനി മുതസാരിമാൻ, വഴക്കടിച്ച് മിണ്ടാതെ നടക്കുന്ന രണ്ട് കൂട്ടുകാരുണ്ടല്ലോ, അവരുടെ നമസ്കാരങ്ങൾ അവരുടെ തലയ്ക്ക് മീതെ ആകാശത്തേക്ക് ഒരു ചാൺ പോലും ഉയരുകയില്ല. വഴക്കടിച്ച് കിടക്കുന്നവർ, ആ രണ്ട് കൂട്ടർ, രണ്ട് പേര്, രണ്ട് ഗ്രൂപ്പുകാർ, അവരുടെ നമസ്കാരം തലയ്ക്ക് മീതെ ഒരു ചാൺ പോലും ഉയരുകയില്ല, ഒരു ചാൺ പോലും ഉയരുകയില്ല. ഒരു അതാണ് മിണ്ടാ നടക്കുന്നവരുടെ കുഴപ്പം, മിണ്ടാ നടക്കുന്നവരുടെ കുഴപ്പം അതാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തുഫ്തഹു അബ്വാബുൽ ജന്നത്തി യൗമൽ ഇസ്നൈനി വ യൗമൽ ഖമീസ്, എല്ലാ വെള്ളിയാഴ്ച രാവുകളിലും എല്ലാ തിങ്കളാഴ്ച രാവുകളിലും തിങ്കളും വ്യാഴവും ദിവസങ്ങളിലാണ് സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുക. ഫയുഗ്ഫറു ലഹുമാ ഫയുഗ്ഫറു ബിഹിമാ ലികുല്ലി അബ്ദിൻ മുഅ്മിനിൻ, ഓരോ സത്യവിശ്വാസികൾക്കും ആ രണ്ട് ദിവസത്തിൽ അല്ലാഹു മാപ്പ് ചെയ്തു കൊടുക്കുമത്രേ. ഇല്ലാ കാനത്ത് ഇല്ലാ റജുലൻ ബൈനഹു വ ബൈന അഖീഹി ഷഹനാ, പരസ്പരം വഴക്കടിച്ച് മിണ്ടാതെ നടക്കുന്ന രണ്ട് കുടുംബക്കാരാരാണോ, രണ്ട് സുഹൃത്തുക്കൾ ആരാണോ, അവർക്ക് അല്ലാഹു ആ സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല, ആ സ്വർഗത്തിൽ അവർക്ക് അല്ലാഹു അനുവാദം നൽകുകയില്ല, ആ ദിവസത്തിൽ അവരുടെ പാപങ്ങൾ അല്ലാഹു മാപ്പ് ചെയ്യുകയില്ല. ഫയുഖാലു, പറയുകയാ, ഉള്ളുറൂ ഹത്താ യസ്തലിഹാ, മലക്കുകളോട് അല്ലാഹു പറയുകയാ, മലക്കുകളെ ഇവരുടെ ഫയലുകൾ നിങ്ങൾ വലിച്ചെറിയണേ, അവർ പരസ്പരം ഒന്ന് മിണ്ടട്ടെ, പരസ്പരം ഒന്ന് സലാം പറയട്ടെ, എങ്കിൽ അവരുടെ ഇബാദത്തുകൾ ഞാൻ സ്വീകരിക്കാം, ഇല്ല എങ്കിൽ അവരുടെ ഇബാദത്തുകൾ ഞാൻ സ്വീകരിക്കുകയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.
പരസ്പരം വഴക്കടിച്ചടക്കുന്ന രണ്ടുപേരുടെ അമലുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുകയില്ല. സ്വർഗത്തിന്റെ വാതിൽ വ്യാഴം തിങ്കൾ, യൗമൽ ഇസ്നൈൻ തിങ്കളാഴ്ച ദിവസം, യൗമൽ ഖമീസ് വ്യാഴാഴ്ച ദിവസം തുറക്കും. ആ ദിവസത്തെ സ്വർഗത്തിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും. പക്ഷെ വഴക്കടിച്ച് മിണ്ടാതെ നടക്കുന്ന ബന്ധം നിലനിർത്താത്ത കുടുംബക്കാർ, സുഹൃത്തുക്കൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല, അല്ലാഹു പുറത്തു കൊടുക്കൂല, അല്ലാഹു പുറത്തു കൊടുക്കൂല. لا يحل للمسلم أن يهجر أخاه فوق 3 أيام. ഒരു സത്യവിശ്വാസിനിക്കും 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങിക്കഴിയൽ അനുവദനീയമല്ല. 3 ദിവസം വരെ വേണമെങ്കിൽ മിണ്ടാതെ നടക്കാം. അതുവരെ അള്ളാഹു നോക്കൂ മിണ്ടുന്നുണ്ടോ ഇല്ലയോ. 3 ദിവസം കഴിഞ്ഞു ഇവ മിണ്ടിയില്ല എങ്കിൽ ഫൈദാ റഫിഅ അമലുൽ മുതസാരിമൈൻ ഫൗഖ 3 അയ്യാമിൻ റുദ്ദാ. 3 ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ കർമ്മങ്ങളുടെ രേഖകൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിയാൽ റുദ്ദാ തള്ളപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 ദിവസത്തുള്ളിൽ മിണ്ടിക്കോ. 3 ദിവസത്തിന് മോളിൽ പോയാൽ അത് സ്വീകരിക്കൂല. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ, അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അതുകൊണ്ട് ബന്ധങ്ങൾ നിലനിർത്തണം. ബന്ധങ്ങൾ ബന്ധനങ്ങളാകാൻ പാടില്ല. ബന്ധങ്ങൾ നിലനിർത്തണം. ദുആ സ്വീകരിക്കൂല, റഹ്മത്ത് കിട്ടൂല. നമ്മുടെ കുടുംബത്തിൽ എന്താ ഈ പ്രശ്നം മാറാത്തത്? എന്താ പ്രശ്നം മാറാത്തത്? പറഞ്ഞു തരാം. എന്താ പ്രശ്നം മാറാത്തത്? ഒരിക്കൽ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഇതേപോലെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആ സദസ്യരോട് ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടാത്തതും കുടുംബത്തിൽ പ്രശ്നം മാറാത്തതിന്റെയും കാരണം എന്തെന്ന് പറഞ്ഞുതരാം. അപ്പൊ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അഹ്റജു അലാ കുല്ലി ഖാത്തിഅ റഹ്മിൻ ഇല്ലാ ഖാമ മിന്നാ. ഈ കുടുംബ ബന്ധം മുറിച്ചവർ ഈ സദസ്സിലിരിക്കാൻ പാടില്ല, എഴുന്നേറ്റ് പോകണമെന്ന് പറഞ്ഞു. എഴുന്നേറ്റ് പോകണം. فلم يقم أحد إلا شاب من أقصى الحلقة. ആ സദസ്സിന്റെ അവസാനത്തെ സഫിൽ നിന്ന് വരിയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് പോയി. മറ്റാരും എഴുന്നേറ്റില്ല. ഒരൊറ്റ ഒരു ചെറുപ്പക്കാരൻ മാത്രം എഴുന്നേറ്റ് പോയി. എവിടെ അദ്ദേഹം പോയത്? فذهب إلى عمته. ആ ചെറുപ്പക്കാരൻ പോയത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ സഹോദരിയുടെ അരികിലേക്കാണ്. ഇന്നഹു കാന സാറ മഹാ മുൻദു സിനീൻ. വർഷങ്ങളായി ആ സഹോദരിയുമായി, ആ പിതാവിന്റെ സഹോദരിയുമായി ഇദ്ദേഹം വിദ്വേഷത്തിലാണ്. വർഷങ്ങളായി. നമ്മുടെ നാട്ടിലൊക്കെ മാമി എന്ന് പറയും അല്ലേ? ഇവിടെ എന്താ പറയാ? അമ്മായി അല്ലേ? പാപ്പാന്റെ സഹോദരിക്ക് മിണ്ടൂല. വർഷങ്ങളായിട്ട് മിണ്ടാത്തൊരു കാണുപ്പോ. അങ്ങനെ ആ ചെറുപ്പക്കാരൻ പോയിട്ട് പോയി പൊരുത്തം വാങ്ങിയപ്പോ ആ അമ്മായി ചോദിച്ചു, അല്ല മോനെ, നിനക്ക് എന്താ ഇന്ന് ഇങ്ങനെ പെട്ടെന്നൊരു വെളിപാട് വന്നത്? ഇത്ര നാള് മാർക്കറ്റിലൊക്കെ വെച്ച് കണ്ടിട്ട് നീ മിണ്ടാതെ ഇപ്പൊ എന്താ നിനക്ക് ഇങ്ങനെ ഒരു ആവേശം? ഉടനെ ആ സഹാബി പറയുകയാണ്, ഇന്നി ജലസ്തു ഇലാ അബീ ഹുറൈറ സാഹിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനായ അബൂ ഹുറൈറയുടെ സദസ്സിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പ്രഭാഷണത്തിന് മുമ്പ് ഒരു വാക്ക് പറയുകയുണ്ടായി. കുടുംബ ബന്ധം മുറിച്ചവർ ഏറ്റവും വലിയ കുറ്റക്കാരാണ്. ഏറ്റവും വലിയ കുറ്റക്കാരനായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. പെട്ടെന്ന് അവർ ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകണേ. ഉടനെ എന്റെ മനോമുഖരത്തിൽ തെളിഞ്ഞു വന്നത്, അമ്മായിയെ, നിങ്ങളെ കുറിച്ചായിരുന്നു. അങ്ങനെ ഞാൻ വന്ന് പൊരുത്തം വാങ്ങിയതാണ്. ഉടനെ ആ സഹോദരി ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കുടുംബ ബന്ധം നിലനിർത്താത്തവർ, കുടുംബ ബന്ധം മുറിച്ചു മാറ്റിയവര് ഇൽമിന്റെ സദസ്സിൽ ഇരിക്കരുതെന്ന് പറയാനുള്ള കാരണമെന്ത്? ഒന്ന് ചോദിക്കണേ. ഉടനെ ആ സഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് അബൂ ഹുറൈറ കുടുംബ ബന്ധം മുറിച്ചവർ സദസ്സിൽ ഇരിക്കരുതെന്ന് പറയാനുള്ള കാരണം? ഉടനെ അബൂ ഹുറൈറ റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇന്നി സമഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നർ റഹ്മത ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹീം. ഒരു കുടുംബത്തിൽ മനസ്സമാധാനം വേണമോ, ഒരു നാട്ടിൽ മനസ്സമാധാനം വേണമോ, ഒരു തറവാട്ടിൽ മനസ്സമാധാനം വേണമോ, ഒരു വ്യക്തികളിൽ സമാധാനം വേണമോ, കുടുംബ ബന്ധം മുറിച്ചവർ ആ സദസ്സിൽ ഉണ്ടാകാൻ പാടില്ല, ആ തറവാട്ടിൽ ആ കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുണ്ടെങ്കിൽ അള്ളാന്റെ കാരുണ്യം ആ തറവാട്ടിൽ കുടുംബത്തിൽ സദസ്സിൽ ഇറങ്ങുകയില്ല എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് എഴുന്നേറ്റ് പോണമെന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ ദുആ സ്വീകരിക്കണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ മനസ്സമാധാനം ഉണ്ടെങ്കിൽ, നമ്മുടെ മഹലിന്റെ പുരോഗമനം ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാകണമെങ്കിൽ, കുടുംബങ്ങൾ മുണ്ടാണ്ടിരുന്നാൽ ഈ ബർക്കത്തുകളൊക്കെ അല്ലാഹ് എടുത്തു കളയും. നമ്മുടെ ദുആ സ്വീകരിക്കൂല, ഇബാദത്ത് സ്വീകരിക്കൂല. ഇതൊക്കെ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മുടെ ബന്ധങ്ങൾ അടുപ്പിക്കണം, ബന്ധങ്ങൾ രൂഢമൂലമാക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ദുആകളും നമ്മുടെ നമസ്കാരങ്ങളും സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സദസ്സിലിരിക്കുന്ന ആരെങ്കിലും കുടുംബ ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകണേ എന്ന് ഞാൻ പറയാനുള്ള കാരണമെന്ന് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ശഅബാനിന്റെ രാവിൽ നിങ്ങൾ എല്ലാവരും മിണ്ടാത്തവരോടൊക്കെ പോയിട്ട് എല്ലാവരും സലാം പറയൂലേ? പറയൂലേ? ഒരു ഇൻഷാ അല്ലാഹ് ഉറക്കം പറ. സ്വർഗത്തിൽ പോകാനാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്, ഇബാദത്തുകൾ സ്വീകരിക്കാനാണ്.